കർണാടകത്തിലെ ഹാസൻ ലോക്സഭാ മണ്ഡലത്തിലെ സിറ്റിംഗ് എം പിയും സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയെ JDS സസ്പെൻഡ് ചെയ്തു. 2976 വീഡിയോ ക്ലിപ്പുകൾ പുറത്തായതോടെയാണ് പ്രജ്വലിനും പിതാവ് രേവണ്ണയ്ക്കുമെതിരെ JDS അച്ചടക്ക നടപടിക്ക് മുതിർന്നത്. ഉത്തർപ്രദേശിൽ ബ്രിജ്ഭൂഷൺ സിംഗിന് BJP വീണ്ടും സീറ്റ് നൽകുമോ എന്ന ചോദ്യം നിലനിൽക്കെയാണ് രേവണ്ണയ്ക്കും പ്രജ്വലിനുമെതിരായ ആരോപണങ്ങൾ NDAക്ക് വിനയാകുന്നത്. പ്രജ്വലിനെതിരെ വീഡിയോ പ്രചരിക്കുന്നുണ്ടെന്ന് സംസ്ഥാന അധ്യക്ഷൻ BS വിജയേന്ദ്രയെ സംസ്ഥാന നേതാവ് G ദേവരാജ ഗൌഡ അറിയിച്ചിരുന്നുവെന്നും ഇത് അവഗണിച്ചാണ് JDSയുമായി BJP സഖ്യം ചേർന്നത്. പ്രജ്വൽ രേവണ്ണയെ സ്ഥാനാർത്ഥിയാക്കിയത് ഇത്തരം അറിവ് കിട്ടിയിട്ടും അത് മറികടന്നുകൊണ്ടാണ് എന്നുള്ള ഗുരുതര ആരോപണമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രധാനമന്ത്രി ആയിരക്കണക്കിന് സ്ത്രീകളുടെ ജീവിതം നശിപ്പിച്ച വ്യക്തിയുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്നുവെന്ന് പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തിയിരുന്നു. മംഗലസൂത്ര വിഷയം ഉന്നയിച്ചും നാരിശക്തി എന്ന മുദ്രാവാക്യം ഉയർത്തിയുമാണ് BJP രണ്ടാം ഘട്ടത്തിൽ പുതിയ ആഖ്യാനം സൃഷ്ടിച്ച് മുന്നേറാൻ ശ്രമിച്ചത്. മെയ് 7-നാണ് കർണാടകത്തിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ്. പ്രജ്വൽ NDAക്ക് വിനയാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഷമ മുഹമ്മദ് കോൺഗ്രസ്, അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു BJP, ഡോക്ടർ വർഗീസ് ജോർജ് RJD, AVS നമ്പൂതിരി ഡക്കാൻ ക്രോണിക്കൽ, സത്യൻ പുത്തൂർ കർണാടകത്തിലെ കോൺഗ്രസ് പ്രവർത്തകനും ഒപ്പം തന്നെ ധന്യ രാജേന്ദ്രൻ മാധ്യമ പ്രവർത്തകയെയും ഞങ്ങൾ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം AVS നമ്പൂതിരി, ഇത് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ BJPക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിലാണോ, അങ്ങനെ കാണേണ്ടതുണ്ടോ ഈ വിഷയത്തെ? ഇതുകൊണ്ട് എത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുടെ ഇമ്പാക്റ്റ് വെച്ച് നോക്കിയാൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവാൻ വഴിയില്ലെന്നാണ് കരുതേണ്ടത്. ഒരുപക്ഷെ 1-2 മണ്ഡലങ്ങളിൽ, അതായത് ദാവണഗരെ, ഷിമോഗ, ഇങ്ങനെ ഹാസനോട് അടുത്ത് നിൽക്കുന്ന ചില മണ്ഡലങ്ങളിൽ അല്പം ഇമ്പാക്റ്റ് ഉണ്ടായേക്കാം. വടക്കൻ കർണാടകത്തിലെ മണ്ഡലങ്ങളിൽ ഇതൊന്നുമല്ല തെരഞ്ഞെടുപ്പിന്റെ വിഷയങ്ങൾ. അവിടുത്തെ സംസ്കാരവും അവിടുത്തെ സോഷ്യൽ ഇക്കണോമിക് അവസ്ഥയും ഇതെല്ലാം വളരെ വ്യത്യാസം. നമുക്കറിയാവുന്നതുപോലെ 2004 ശേഷം BJP എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനെ മറികടന്നിരുന്നു. പക്ഷേ കന്നഡ പോർട്ടലായിട്ടുള്ള ഇതിനയുടെ ഒരു സർവേയിൽ പറയുന്നത് 13 മുതൽ 18 ലോക്സഭാ സീറ്റുകൾ കോൺഗ്രസ് നേടിയെടുക്കുമെന്നുള്ളതാണ്. 28-ൽ 13 മുതൽ 18 വരെ, വേണമെങ്കിൽ 20 വരെ പോകാൻ സാധിക്കും നറേറ്റീവ് ശക്തമാക്കിയാൽ എന്നാണ് ഇതിന സർവേ പറയുന്നത്. ആ നിലയിൽ കോൺഗ്രസിന് BJPയേക്കാൾ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇതിനു മുമ്പ് തന്നെയാണ് ഇതിന സർവേ. അത്രയ്ക്ക് പറയാൻ പറ്റില്ല. കോൺഗ്രസിന് 2019 ഇലക്ഷനേക്കാളും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. സിദ്ധരാമയ്യ ഗവൺമെന്റിന്റെ ഗ്യാരണ്ടികൾ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹാസൻ നിയോജക മണ്ഡലത്തിലെ വോട്ടിംഗ് നോക്കിയാൽ തന്നെ നമുക്ക് കുറച്ച് വ്യത്യാസം മനസ്സിലാവും. റെക്കോർഡ് വോട്ടിംഗ് ആണ് അവിടെയുള്ളത് ഇത്തവണ. 82%. ഇതിൽ കൂടുതലും സ്ത്രീകളാണ്. പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകളാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നമ്മൾ ഈ വീഡിയോ വരുന്നതിന് മുമ്പ് ഇതിന്റെ കാരണം എന്താണെന്ന് ആലോചിക്കുമ്പോൾ സ്ത്രീകൾ ഗവൺമെന്റിന്റെ ഗ്യാരണ്ടികൾ കൊണ്ട് കൂടുതൽ ഗുണഭോക്താക്കളായിട്ടുള്ളത് സ്ത്രീകളാണ്. അവർ വോട്ട് ചെയ്തു എന്നാണ് തോന്നിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസിന് അനുകൂലമായിട്ട് വന്നേക്കാം. പക്ഷേ അത്രയ്ക്ക് ഹാസൻ മണ്ഡലത്തിലെ വോട്ടിങ്ങിന്റെ രീതി വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കാവുന്നതല്ല. അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 50% മീതെ രേവണ്ണയ്ക്ക് തന്നെ ഉണ്ടായിരുന്നു. കോൺഗ്രസിനും BJPക്ക് അവിടെ 35% ഉണ്ടായിരുന്നു. രണ്ടും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ 90% ഉണ്ട്. ഈ രേവണ്ണയ്ക്ക് കിട്ടിയ വോട്ട് മുഴുവൻ JDSന്റെ വോട്ടല്ല, അത് കോൺഗ്രസിന്റെ കൂടി വോട്ടാണ്. അത് കുറച്ചാൽ തന്നെയും ഒരു വലിയ മജോറിറ്റിക്കുള്ള സാധ്യത JDSന് അവിടെ NDAക്ക് ഉണ്ട്. അതിനെ മറികടക്കാൻ ഈ ഒരു വീഡിയോയ്ക്ക് പറ്റും എന്ന് തോന്നുന്നില്ല. മാത്രമല്ല, ഈ വീഡിയോ 2 ദിവസം മുമ്പാണ് പ്രചരിച്ചു തുടങ്ങിയത്. അത് എത്ര പേരിൽ എത്തിയിട്ടുണ്ടാവും, അതുകൊണ്ട് മണ്ഡലത്തിൽ എന്ത് സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് പറയാനേ പറ്റില്ല. അത് ഔദ്യോഗികമായിട്ട് അതിനെ ആരും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടില്ല. അത് പ്രചരിപ്പിക്കാൻ പാടില്ലായിരുന്നു. കാരണം അതിനൊരു ഓർഡർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ശരിയാണ്. പക്ഷേ അവസാന ദിവസങ്ങളിൽ ഈ
പെൻഡ്രൈവുകൾ പലയിടങ്ങളിൽ പാർക്കുകളിൽ അതുപോലെ ബസ് സ്റ്റാൻഡുകളിലൊക്കെ തന്നെയും കൊണ്ടുവെക്കുകയും ആ നിലയിൽ അതൊരു പ്രചരണ വിഷയമാക്കി ഉയർത്താൻ വേണ്ടി എതിരാളികൾ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്നാണല്ലോ, തെരഞ്ഞെടുപ്പിനെ തുടർന്നാണ് പ്രജ്വൽ ഇന്ത്യ വിട്ടത്. ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ AVS നമ്പൂതിരി, പ്രാഥമികമായി എന്താണ് അവിടെ നിന്നുള്ള വിലയിരുത്തൽ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഷമാ മുഹമ്മദ്, കോൺഗ്രസ് ആദ്യം. ശ്രീമതി ഷമാ മുഹമ്മദ്, നോക്കൂ, ഇതിനകത്ത് ഒരുപക്ഷെ ലോകത്ത് നമ്മൾ മുമ്പ് എവിടെയും കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വീഡിയോ ക്ലിപ്പുകളാണ് പുറത്തു വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പ്രജ്വലിന് വേണ്ടി പ്രചരണം നടത്തിയിരുന്നു. ഈ വിഷയം രണ്ടാം ഘട്ടത്തിൽ പക്ഷേ തെരഞ്ഞെടുപ്പിന് ഗുണകരമാകുന്ന വിധത്തിൽ കാര്യങ്ങൾ എത്തിക്കുന്നതിലാണോ നിങ്ങളുടെ ശ്രദ്ധ, അതോ കുറ്റവാളിയെ പിടിപ്പിക്കുന്നതിലാണോ? അങ്ങനെയാണെങ്കിൽ FIR ഇട്ട് അയാളെ നേരത്തെ അറസ്റ്റ് ചെയ്യാമായിരുന്നു കോൺഗ്രസ് സർക്കാരിന് എന്നാണ് ഇന്ന് അമിത്ഷാ പറഞ്ഞത്. അമിത്ഷാ വായ് തുറക്കുമ്പം, പ്രധാനമന്ത്രി വായ് തുറക്കുമ്പം കള്ളം പറയാന്ന്. ഈ ദേവരാജ് ഗൗഡ ഡിസംബർ 8, 2023 കത്തെഴുതിയിട്ടുണ്ടായിരുന്നു യെദ്യൂരപ്പയുടെ മകനോട്, BJP അധ്യക്ഷൻ അവിടെ കർണാടകയിൽ. പറയാന്ന് പറഞ്ഞാൽ 2000-ലധികം വീഡിയോസ് ഉണ്ട്. ഈ വീഡിയോസിൽ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നുണ്ട്, സ്ത്രീകളെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ എഴുതിയിട്ട് പറഞ്ഞാൽ ഈ ക്യാൻഡിഡേറ്റിന് നമുക്ക് എന്തായാലും നോട്ട് ചെയ്യണം, നമുക്ക് കൊടുക്കാൻ പാടില്ല ടിക്കറ്റ്. എന്നിട്ട് അദ്ദേഹത്തിന് ഈ പെൻ ഡ്രൈവ് കൊടുത്തത് ആരാ? ഡ്രൈവർ, രേവണ്ണൻ്റെ ഡ്രൈവറാണ് കൊടുത്തത്. അപ്പോൾ ആ ഡ്രൈവർ ഇന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, വീഡിയോയിൽ പറഞ്ഞിരിക്കുക, ഞാൻ വെറും ദേവരാജിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഈ പെൻ ഡ്രൈവ്, കോൺഗ്രസിന് കൊടുത്തിട്ടില്ല എന്ന്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കറിയില്ല എവിടെയാണ് ഈ കോൺഗ്രസിന് അറിഞ്ഞതെന്ന് പറയുന്നത്, എന്താ തെളിവ് അതിൽ? ദേവരാജ് ഗൗഡക്കാന്ന് അത് ആദ്യം കിട്ടിയത്. എന്നിട്ട് എനിക്ക് മനസ്സിലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ശരിക്കും ലജ്ജപരമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രധാനമന്ത്രിക്ക് ഇതറിയാം, എന്നിട്ടും പ്രധാനമന്ത്രി ടിക്കറ്റ് കൊടുക്കുന്നതിന് ഒന്നും എതിർപ്പുണ്ടായിട്ടില്ല. എതിർപ്പുണ്ടായിട്ടില്ല. രണ്ടാമത്, അതിൻ്റെ ശേഷം പ്രധാനമന്ത്രി പ്രചനം ചെയ്തു. അത് നിങ്ങൾ മനസ്സിലാക്കണം. മൂന്നാമത്, ഈ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആരെ കീഴിലാണ് വരുന്നത്? ഇമിഗ്രേഷൻ IBL വരുന്നത് ആരെ കീഴിലാന്ന്? ആഭ്യന്തരമന്ത്രി, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആര്? അമിത്ഷാ. എന്നിട്ട് അദ്ദേഹം ഈ രേവണ്ണനെ അവര് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ വിട്ടു. മനസ്സിലാക്കി. എന്നിട്ട് നാലാമത്തെ പോയിന്റ്, ഇതുവരെ ഒരു ലുക്ക് ഔട്ട് നോട്ടീസ് ഇല്ല, ഒന്നുമില്ല, തിരിച്ചു കൊണ്ടുവരാനൊന്നുമില്ല. എന്നിട്ട് ഞങ്ങളെ മേലെയാണോ അദ്ദേഹം ആരോപണം ഇടുന്നത്? എന്ത് ആരോപണമായത്? സ്ത്രീകളുടെ വിഷയത്തിൽ അത് രാജസ്ഥാൻ ആയാലും ഏത് ഞങ്ങളെ സംസ്ഥാനം ഞങ്ങൾ ഭരിക്കുന്ന ഉടനെ നമ്മൾ നടപടിയെടുക്കും. ഹാത്രസിൽ ആരേനും ആദ്യം എത്തിയത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി അവിടെ എത്തിയതിന്റെ ശേഷമാണ് അതൊരു CBI പ്രോബായത്. നമ്മൾ മറക്കാൻ പാടില്ല. നമ്മൾ മറക്കാൻ പാടില്ലാത്തെന്ന് പറഞ്ഞാൽ 6 മാസമാണ് ഗുസ്തി താരങ്ങൾ അവിടെ പ്രതിഷേധം ചെയ്ത ജന്തർ മന്തറിൽ. എന്നിട്ട് പ്രധാനമന്ത്രി എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, പുതിയ പാർലമെന്റ് ബിൽഡിംഗിന്റെ ഇനോഗ്രേഷൻ ദിവസം ഈ ഗുസ്തി താരങ്ങൾ പ്രതിഷേധം ചെയ്ത് അവിടെ പാർലമെന്റ് അടുത്ത് എത്തുമ്പം ഈ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് മൊളസ്റ്റർ MP ഓഫ് BJP അതിൻ്റെ അകത്തിരിക്കുമ്പം പോലീസ്, അമിത്ഷായുടെ ഡൽഹി പോലീസ് അവരെ അടിക്കുകയായിരുന്നു. മനസ്സിലായോ? ഇതാണ് അവരെ ഒരു ശരി. ഡോക്ടർ ഷമാ മുഹമ്മദ്, ഞാൻ തിരിച്ചെത്താം താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, നോക്കൂ, 1976 പോൺ വീഡിയോസ് ഉൾപ്പെട്ട, പോൺ എന്ന് പറയാൻ കഴിയില്ല, ഇത് ലൈംഗികാതിക്രമ വീഡിയോകളാണ്, USB ഡ്രൈവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ഡോക്ടർ ഷമാ മുഹമ്മദ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് നേരത്തെ വിജയേന്ദ്രയെ മറ്റൊരു BJP നേതാവ് അറിയിച്ചിരുന്നു, നമ്മൾ ജനതാദൾ എസുമായി സഖ്യം ചേരാൻ പാടില്ല, ഇതൊരു ബ്രഹ്മാസ്ത്രമായി കോൺഗ്രസ് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന്. സഖ്യം ചെയ്തു. പിന്നീട് അദ്ദേഹം ആവശ്യപ്പെട്ടു, സ്ഥാനാർത്ഥിയാക്കരുത് പ്രജ്വലിനെ, സ്ഥാനാർത്ഥിയെ ആക്കിയാൽ ഈ വിഷയങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്ന്. സ്ഥാനാർത്ഥിയാക്കി. ഇക്കാര്യങ്ങളൊക്കെ അറിയാവുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് വേണ്ടി പ്രചരണം നടത്തി. അവസാനം അദ്ദേഹത്തിന് രാജ്യം വിട്ടുപോകാനുള്ള അനുമതിയും നൽകി. നിങ്ങൾ പറയുന്നത് എന്താണ്? നാരി ശക്തി. എങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ നരേന്ദ്രമോദി രണ്ടാം ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള മുദ്രാവാക്യം എന്താണ്? മംഗല്യസൂത്ര തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു കോൺഗ്രസ് എന്നൊക്കെയാണ്. നോക്കൂ, 2976 വീഡിയോ. ഇതിൽ കണ്ടവരൊക്കെ പറയുന്നത്, ചില കോൺഗ്രസ് പ്രതിപക്ഷ കക്ഷികളൊക്കെ തന്നെയും ഈ വീഡിയോ കണ്ട് പറയുന്നത്, ചില വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ തലകുനിഞ്ഞു പോകുന്നതാണ്. ഉല്ലാസ് ബാബു, നികേഷ് ജി, ഇതില്
കർണാടകത്തിലെ NDA സഖ്യത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള ഈ ജനതാദൾ എസ് എന്ന് പറയപ്പെടുന്ന ഘടകകക്ഷി കർണാടകത്തിലെ NDA സഖ്യത്തിലുണ്ട്. ആ കർണാടകത്തിലെ NDA ഒരു ഘടകകക്ഷിയുടെ നേതാവിന് സീറ്റ് കൊടുക്കുക. ഒരു മത്സര രംഗത്ത് വരുന്ന സ്ഥാനാർത്ഥികൾ ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥികളുടെ പ്രകടനത്തിനും പ്രചരണത്തിനൊക്കെ നേതാക്കന്മാർ പോകും. അതെല്ലാ സ്ഥലത്തും പോകും. ഇദ്ദേഹത്തെ ഈ 2000 ചില്ലറ വീഡിയോ ഉണ്ടാക്കിയത് എത്രയോ കാലമായിട്ട് ഉണ്ടായിട്ടുണ്ടാവണം. സ്വാഭാവികമായിട്ട് ഇതൊന്നും അറിഞ്ഞിട്ടായിരിക്കില്ല കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇവരെ പഴയ സഖ്യത്തിലിരിക്കുമ്പോൾ പ്രചരണത്തിന് പോയിട്ടുണ്ടാവുകയും നമ്മുടെ തന്നെ മന്ത്രിസഭയിലുള്ള കൃഷ്ണകുട്ടിയേട്ടൻ എന്ന് പറയുന്ന ബഹുമാനായ കൃഷ്ണകുട്ടി മന്ത്രി ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ പോയിട്ടൊന്നും ഇയാൾ ഇത്ര പ്രവർത്തികൾ ചെയ്യുന്ന ആളാണെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല. സ്വാഭാവികമായിട്ട് ആ വിഷയം പുറത്തു വരികയും ഇയാളുടെ കയ്യിൽ ക്രൂരതയുണ്ട് എന്ന് അറിയപ്പെടുകയും ചെയ്യുമ്പോൾ അവിടെ ലോ ആൻഡ് ഓർഡർ കൃത്യമായി നടപ്പിലാക്കുന്ന അക്കാര്യത്തിൽ ഞാൻ സമ്മതിക്കുന്നു. അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. അതിനകത്ത് നമ്മൾ വീണ്ടും തർക്കിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഡോക്ടർ വർഗീസ് ജോർജ്, താങ്കളുടെ പഴയ പാർട്ടിയുടെ അവസ്ഥ ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് അറിയാമോ? ഇത് വെറും പ്രജ്വൽ രേവണ്ണയുടെ കാര്യത്തിൽ മാത്രമല്ല, രേവണ്ണയുടെ കാര്യത്തിൽ പോലും അലിഗേഷൻ ഉണ്ട് എന്നുള്ളതാണ്. നികേഷ്, കർണാടകത്തിലെ JDS സംഘടനാപരമായും പ്രത്യയശാസ്ത്രപരമായും ഇപ്പോൾ ധാർമ്മികമായും കടുത്ത പ്രതിസന്ധി കൂടി പോവുകയാണ്. സംഘടനാപരമായി ഇവിടെ സഖാവ് നമ്പൂതിരി സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കാലത്ത് വളരെ ഒരു സ്ട്രോങ് റീജിയണൽ പാർട്ടിയായിരുന്ന JDS ഇപ്പോൾ അവർക്ക് കർണാടകത്തിലെ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ കേവലം 13% വോട്ട് മാത്രമാണുള്ളത്. 19 MLA മാത്രമാണുള്ളത്. അവർ വലിയ സംഘടനാപരമായ പ്രതിസന്ധി അതിനുശേഷം നേരിടുകയും ധാരാളം നേതാക്കൾ ആ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയും ചെയ്തു. രണ്ടാമതായിട്ട് അത് നേരിടുന്ന പ്രത്യയശാസ്ത്രമായ സമസ്തയാണ്. അത് സെക്യുലർ എന്നുള്ള പേരുള്ള പാർട്ടിയാണ്. അവർ പിടിച്ചു നിൽക്കാൻ വേണ്ടി BJPയുമായിട്ട് വരെ അവരിപ്പോൾ സഖ്യം ചേർന്നു. അതിൻ്റെ ഫലമായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി, അവിടെ JDSൻ്റെ ഒരു പ്രധാനപ്പെട്ട സോഷ്യൽ ബേസ് എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയായിരുന്നു. ആ മുസ്ലിം കമ്മ്യൂണിറ്റി അവരിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. ധാരാളം ലീഡേഴ്സ് ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ആ പാർട്ടിയുടെ ക്രെഡൻഷ്യൽസ്, സെക്യുലർ എന്നുള്ള ക്രെഡൻഷ്യൽസ് ചോദ്യം ചെയ്യപ്പെട്ടു. മൂന്നാമതായി ഇപ്പോൾ ധാർമ്മികമായി വലിയ ക്രൈസിസിലാണ്. പ്രത്യേകിച്ചും നികേഷ് സാർ ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തു തന്നെ എനിക്കൊരു വിസ്മയമാണ്. അതൊരു കുടുംബ പാർട്ടിയായിട്ട് പൂർണ്ണമായിട്ടും അങ്ങ് പരിമിതപ്പെട്ടു. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. BJP നേതാവിനോട് ചോദിക്കേണ്ടതാണെങ്കിൽ അതിൻ്റെ ഒരു അനലിറ്റിക്കൽ വ്യൂ താങ്കളിൽ നിന്ന് കിട്ടാൻ വേണ്ടി പറയാണ്. നോക്കൂ, BJP ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലല്ല 2014 മുതൽ അവർ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുടുംബ പാർട്ടികളെ കുറിച്ചാണ്. ഇവിടെ കുടുംബ പാർട്ടികൾ എന്ന് മാത്രമല്ല, അതിൻ്റെ 3 തലമുറയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുണ്ട്. ഒരേ സമയം ഈ 3 തലമുറയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുണ്ട് എന്ന് മാത്രമല്ല, അതിൻ്റെ അവസാന തലമുറ കാണിച്ചു കൂട്ടിയിരിക്കുന്ന കാര്യങ്ങൾ നോക്കൂ. അവിടെയാണ് നേരത്തെ വിജയേന്ദ്രയോട് ഈ കാര്യം സംസ്ഥാന നേതാവ് പറയുന്നു, വിജയേന്ദ്ര കേൾക്കുന്നില്ല. പിന്നീട് സ്ഥാനാർത്ഥിത്വം പ്രജ്വലിന് കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ പറയുന്നു അത് ബ്രഹ്മാസ്ത്രമായി ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന്, അപ്പോഴും കേൾക്കുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ ഡോക്ടർ ഷമാ മുഹമ്മദ് ചൂണ്ടിക്കാണിച്ച പോലെ പ്രധാനമന്ത്രി ഈ പ്രജ്വലിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പങ്കെടുക്കേണ്ട അവസ്ഥ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായി ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും പറയാൻ കഴിയും. അത് BJPയുടെ ഒരു വലിയ ഇത് ജനതാദളത്തിൻ്റെ മാത്രമല്ലല്ലോ, BJPയുടെ കൂടി ഒരു ധാർമ്മിക അടിത്തറയെ ബാധിക്കുന്ന വിഷയമല്ല. അങ്ങനെ സാധാരണഗതിയിൽ BJP രണ്ടും കൽപ്പിച്ച് കാര്യങ്ങൾ ചെയ്യാറില്ലല്ലോ. 2 ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന് ഈ കുടുംബപരമായിട്ടുള്ള കാര്യം. അവർ 3-4 സീറ്റിലാണ് മത്സരിക്കുന്നത്. അതിൽ ദേവഗൗഡജി ഇപ്പോൾ രാജ്യസഭാ അംഗമാണ്. അദ്ദേഹത്തിൻ്റെ മകൻ കുമാരസ്വാമി ലോക്സഭയിൽ മത്സരിക്കുന്നു. മറ്റൊരു മകൻ രേവണ്ണയുടെ മകൻ പ്രജ്വൽ ഹസനി മത്സരിക്കുന്നു. മരുമകന് ബാംഗ്ലൂരിൽ മത്സരിക്കുന്നു. ആ സീറ്റുകളെല്ലാം അവരുടെ കുടുംബത്തിൻ്റെ സീറ്റുകളായിട്ട് മാറിയിരിക്കുകയാണ്. കർണാടകത്തിൽ പ്രത്യേകിച്ച് വോക്കലിഗ വിഭാഗത്തിൻ്റെ വലിയ പിന്തുണയുണ്ടായിരുന്ന ആ പാർട്ടി ഓൾഡ് മൈസൂർ റീജിയനിലെ ശക്തമായ പാർട്ടി ഇപ്പോൾ അതൊരു കുടുംബത്തിലേക്ക് മാത്രം പരിമിതപ്പെട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ അതിൻ്റെ ഒരു ആസ്പെക്റ്റ് നികേഷ് സാറ് ചോദിച്ച പോലെ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് വില കൊടുത്തും കർണാടകത്തിലൊരു തിരിച്ചു വരവ് വേണമായിരുന്നു. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ ആകെ 131 സീറ്റാണുള്ളത്. ഇപ്പോൾ BJPക്ക് ആകെയുള്ള 31 സീറ്റാണ്. ഇപ്പോൾ 2 സ്റ്റേറ്റ് കൂടെ BJPക്ക് നഷ്ടപ്പെട്ടു, കർണാടകയും അതേപോലെ തന്നെ തെലങ്കാനയും. അതുകൊണ്ട് അവരുടെ മിഷൻ കർണാടക എന്ന് പറയുന്നത് കഴിഞ്ഞ കർണാടക അസംബ്ലിയിന് ശേഷം ഉണ്ടായ തിരിച്ചടിയിൽ നിന്ന് കരകയറി അവർക്ക് പരമാവധി ലോക്സഭാ സീറ്റുകൾ സമ്പാദിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 28 ലോക്സഭാ സീറ്റിൽ അവർക്ക് 26 ലോക്സഭാ സീറ്റ് കിട്ടിയിരുന്നു. ഇത്തവണ അവരാദ്യം തൊട്ട് ഇലക്ഷനിൽ അവകാശപ്പെട്ടിരുന്നത്
24 സീറ്റുകൾ അവർ നേടുമെന്നാണ്. പക്ഷേ പിന്നീട് നടന്ന നിഗമനങ്ങളിലും സിദ്ധരാമയ്യ നടത്തിയ അനാലിസിസിൽ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് 17 സീറ്റ് മിനിമം നേടുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പം നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണി നേരിടുന്ന വലിയ അവർ ഉയർത്തുന്ന വെല്ലുവിളിയുടെ പശ്ചാത്തലത്തിൽ കർണാടകയിൽ നിലവിലുള്ള സീറ്റുകൾ കൂടി കുറഞ്ഞാൽ അത് BJPയുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യും. അതുകൊണ്ടാണ് അവർ യാതൊരു തത്വദീക്ഷയുമില്ലാതെ ഈ സഖ്യത്തിൽ ചേർന്നത്. പക്ഷേ ഇപ്പോൾ വലിയ വിനയായിട്ട് അവർക്ക് മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ 14 അസംബ്ലി സീറ്റിൽ അത് ബാധിക്കത്തില്ലായിരിക്കാം. പക്ഷേ ശ്രീ നമ്പൂതിരി പറയുന്നത് വ്യത്യസ്തമായി എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് വ്യത്യാസം വരും. അടുത്ത മെയ് 7 നടക്കുന്ന ഇലക്ഷനിൽ ഇത് കർണാടകത്തിൽ മൊത്തത്തിൽ ഇതൊരു സാംസ്കാരിക നൈതിക പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ വരികയാണ്. നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ലിംഗായത്ത് സമുദായത്തിന്റെ പൂർണ്ണ പിന്തുണ നേടാനുള്ള ശ്രമം നമുക്കറിയാം. യെദ്യൂരപ്പയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന് BJP ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ വൊക്കലിംഗ, അതാണ് HD കുമാരസ്വാമിയിലേക്ക്. അപ്പോൾ ഈ വൊക്കലിംഗ ലിംഗായത്ത് ഈ രണ്ട് സമുദായങ്ങളുടെ പിന്തുണ പൂർണ്ണമാക്കിയെടുക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോ ക്ലിപ്പുകൾ വലിയ വിഷയമായി വരില്ല എന്നാണോ? അതോ ധാർമ്മികമായി BJPയെ ഒരു പാർട്ടി വിത്ത് എ ഡിഫറൻസ് എന്നാണ് LK അദ്വാനി എല്ലാ കാലഘട്ടത്തിലും വിശേഷിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് അതിനെ ആ നിലയിൽ വാഷിംഗ് മെഷീനാക്കി മാറ്റി കോൺഗ്രസ്. ഏതായാലും ധാർമ്മികമായി ഇപ്പോൾ കർണാടകത്തിലെ 3-ാം ഘട്ടം മാത്രമല്ലല്ലോ, 7 ഘട്ടം തെരഞ്ഞെടുപ്പുണ്ട്. ആ 7 ഘട്ടം തെരഞ്ഞെടുപ്പിൽ ഇന്ന് പ്രധാനമന്ത്രി എല്ലാ 3-ാം ഘട്ട സ്ഥാനാർത്ഥികൾ മുതൽ അങ്ങോട്ടുള്ളവർക്ക് പുതിയ കത്തെഴുതിയ ദിവസമാണ്. അപ്പോൾ ഈ ധാർമ്മികത ഇത് ഒരു വലിയ വിഷയമാക്കി പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കാനിടയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്നുള്ളത് കൊണ്ട് തന്നെയും ഇയാളെ പ്രജ്വലിനെ രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വവും ഒക്കെ BJP ഏറ്റെടുക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും BJPക്ക് ധാർമ്മികമായിട്ട് ഇതിൽ ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞുകൂടാ. അവിടെയുള്ള ലോക്കൽ BJP നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിനെ അറിയിച്ചതാണ് അലൈ ആയിട്ടുള്ള കക്ഷിയുടെ കാൻഡിഡേറ്റ് സെലക്ഷനിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞു മാറാൻ പറ്റുന്നതല്ല. അങ്ങനെയുള്ള തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി അല്ല പ്രജ്വൽ രേവണ്ണ. ഇത് മാത്രമല്ല, ഈ വീഡിയോയുടെ കാര്യം മാത്രമല്ല ധാർമ്മികമായിട്ടുള്ളത്. പ്രജ്വൽ രേവണ്ണ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ട ആളാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ അദ്ദേഹം 2019 ജയിച്ചിട്ടുണ്ടെങ്കിലും കർണാടക ഹൈക്കോടതി അദ്ദേഹം തെറ്റായിട്ടുള്ള സ്വത്ത് വിവരം നൽകിയത് കൊണ്ട് സീറ്റിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുള്ളതാണ്. ഡിസ്ക്വാളിഫൈ ചെയ്തു. എന്നിട്ട് സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി ആ ഡിസ്ക്വാളിഫിക്കേഷന് സ്റ്റേ കൊടുത്തു. അങ്ങനെയാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ സ്റ്റേ ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ അച്ഛനും അതുപോലെ ഒരാളാണ്. അച്ഛനും അതുപോലെ ധാർമ്മികമായിട്ട് ഒട്ടും ഒരു കൊള്ളാവുന്ന ഒരാളല്ല. അദ്ദേഹം തന്റെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ തന്നെ വിശേഷിപ്പിച്ചത് താനൊരു ഡെയിലി വേജ് ലേബറർ ആണെന്നാണ്. വരുമാനം 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ളതാണ് അച്ഛന്റെയും മകന്റെയും ധാർമ്മികത. പക്ഷെ ഈ ധാർമ്മികതയല്ല എങ്ങനെ ഇലക്ഷനിൽ പ്രതിഫലിപ്പിക്കുമെന്ന് അതിന്റെ കോൺസിക്വൻസ് ഉണ്ടാകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയുള്ള പല ധാർമ്മികതകളും കർണാടകത്തിലെ ഇലക്ഷനുകളിൽ ഫലമില്ലാതെ വന്നിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള സ്ലീസ് വീഡിയോകൾ തന്നെ പലരും അതുകൊണ്ട് പിടിക്കപ്പെട്ടിട്ടുണ്ട്. അവരാരും പിന്നെ പൊളിറ്റിക്സിൽ അത് വേണ്ടത്ര ഡാമേജ് ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റില്ല. 2 വർഷം മുമ്പാണ് രമേശ് ജാർക്കിഹോളി അദ്ദേഹത്തെ ഇതുപോലൊരു സ്ലീസ് വീഡിയോയുമായിട്ട് പിടിച്ചതാണ്. ഒരു 6 മാസത്തേക്ക് രാഷ്ട്രീയത്തിൽ മാറിയിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. അതിനു മുമ്പ് 2019 തന്നെ 6 മന്ത്രിമാര് സ്ലീസ് വീഡിയോയുടെ പ്രശ്നം ഉണ്ടായി. അവരിതുപോലെ ഇഞ്ചക്ഷൻ കൊടുത്താൽ ഇഞ്ചക്ഷൻ ആയിട്ട് നിൽക്കുകയാണ്. ആ വീഡിയോകൾ ഇതുവരെ ആരും കണ്ടിട്ടില്ല. അവരിൽ ഒരാൾ ഇപ്പോൾ ചിക്കബല്ലാപൂർ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സുധാകർ ആണ്. അതേപോലെ ഇത് വേറെയും നടന്നിട്ടുണ്ട്. 2016 ആണെന്നു ബേട്ടി എന്നൊരു മന്ത്രി, അദ്ദേഹം ഇതുപോലെ സ്ലീസ് വീഡിയോയോ ഇപ്പോൾ MLA ആണ്.
അതേപോലെ തന്നെ പിന്നെയും പല കേസുമുണ്ട്. Yes, yes. വീഡിയോകളുമായിട്ട് പിടിക്കപ്പെട്ടവരും പിന്നീട് രാഷ്ട്രീയത്തിൽ ഇത് അങ്ങനെയുള്ള ഒരു വീഡിയോ അല്ലല്ലോ. മാറി നിൽക്കും. ഷേവിയസ് നമ്പൂതിരി, താങ്കൾക്ക് അറിയാവുന്നതുപോലെ ഇതിന്റെ ക്ലിപ്പിങ്ങിന്റെ എണ്ണം എന്ന് പറയുന്നത് ലോകത്ത് നമ്മൾ മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിലാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ JDS പോലും ഇതിനെ ന്യായീകരിക്കാനോ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധം തീർക്കാനോ പോലും ശ്രമിക്കുന്നില്ല എന്ന് നമ്മൾ കാണണം. അവർ പെട്ടെന്ന് പ്രജ്വലിനെ മാത്രമല്ല രേവണ്ണയെ പോലും തള്ളിപ്പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എണ്ണം എന്ന് പറയുന്നത് മാത്രമല്ല, ആ വീഡിയോയിൽ ലൈംഗികാതിക്രമം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പാരമ്യത്തിലെത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന് ധാർമ്മികമായി BJP ഉത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല. BJPയുടെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളൊന്നുമല്ല രേവണ്ണയോ അല്ലെങ്കിൽ പ്രജ്വലോ. പക്ഷേ ഇത് ഒരു സംസ്ഥാന നേതാവ് വിജയേന്ദ്രയെ അറിയിക്കുന്നു, ഇത് നമുക്കെതിരെ ബ്രഹ്മാസ്ത്രമായി ഉപയോഗിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമെന്ന് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോളിങ്ങിന് 5 ദിവസം മുമ്പ് ഈ USB ഡ്രൈവുകൾ വിവിധ ഇടങ്ങളിൽ ആരൊക്കെയോ കൊണ്ടുവെക്കുന്നു, കോൺഗ്രസ് ആണ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ധാർമ്മികമായി BJPയുടെ ഉത്തരവാദിത്തത്തെ നമുക്ക് തള്ളിപ്പറയാൻ കഴിയുമോ? അല്ലെങ്കിൽ BJPക്ക് ഉത്തരവാദിത്തം ഇല്ല എന്ന് പറയാൻ കഴിയുമോ? ഉത്തരവാദിത്തമുണ്ട്, വലിയ ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ആ ഉത്തരവാദിത്തം കൊണ്ട് BJPയെ പിൻ പോയിന്റ് ചെയ്ത് BJPക്ക് അതുകൊണ്ടൊരു പ്രൈസ് കൊടുക്കാത്ത രീതി അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. കാരണം ഇനി വരാൻ പോകുന്നത് 14 മണ്ഡലങ്ങളാണ്. ആ 14 മണ്ഡലങ്ങളിലും ഇലക്ഷന്റെ ഇഷ്യൂസ് വളരെ വ്യത്യാസമുള്ള ഇഷ്യൂസ് ആണ്. ഇങ്ങനെ ഒരു കാര്യം അവിടെ കർണാടകത്തിലെ ഉള്ള ഇലക്ഷനെ കുറിച്ചുള്ള എന്റെ റീഡിംഗ് അനുസരിച്ചാണെങ്കിൽ ഇത് കുറച്ചു പേർക്കൊക്കെ കുറച്ച് അതിന്റെ ഒരു ധാർമ്മികമായിട്ടുള്ള പ്രശ്നം വെച്ചുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്യേണ്ട എന്ന് വിചാരിക്കാം. പക്ഷെ JDSന്റെ തന്നെ ഒരു സ്ഥാനാർത്ഥിയും ഇല്ല ഇനി വരാൻ പോകുന്ന 14 മണ്ഡലങ്ങളിൽ. ഇത് മുഴുവൻ ാണ്. JDS തന്നെയാണെങ്കിലും തള്ളി പറഞ്ഞു കഴിഞ്ഞു. കുമാരസ്വാമി വ്യക്തമാണ്. ഡോക്ടർ ഷമാ മുഹമ്മദ്, ഹൂബ്ലിയിൽ ഒരു പെൺകുട്ടിയെ സഹപാഠി കുത്തിക്കൊന്ന വിഷയത്തിൽ അതിനകത്ത് സാമുദായിക ചായ്വൊക്കെ ഉണ്ട്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ വലിയ നിലയിൽ ഉയർത്തിയിരുന്നു. അതൊരു ദേശീയ വിഷയമാക്കി ഉയർത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കൊലപാതകം, അതിനകത്ത് പ്രേമനൈരാശ്യവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു കൊലപാതകം, പക്ഷേ ഒരു സാമുദായിക കളറൊക്കെ പക്ഷേ ഇത്രയും വലിയ വിഷയം പക്ഷേ BJP ഇതര കക്ഷികൾക്ക്, കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾക്ക് ഒരു ദേശീയ വിഷയമാക്കാൻ കഴിയുന്നുണ്ടോ? ഒരു വിഷയമാക്കാൻ ഇത് പോളിറ്റിക്സ് കളിക്കേണ്ട ഒരു കാര്യമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് സ്ത്രീകളുടെ ജീവിതമാണ്. അവിടെ ഈ രേവണ്ണയുടെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളെ അദ്ദേഹം എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്, ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഒരു പൊളിറ്റിക്സ് അല്ല. ഇതിൽ നമുക്ക് ന്യായം, നീതി വേണം. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ് ഇത് എപ്പോഴും പൊളിറ്റിസൈസ് ചെയ്യും. ഇപ്പം മണിപ്പൂരിലെ വിഷയം, ആ സ്ത്രീകൾ വസ്ത്രമില്ലാണ്ട് പരേഡ് ചെയ്യുന്ന സമയത്ത് അമിത്ഷാക്ക് എന്തായിരുന്നു പേടി? അമിത്ഷാ അന്ന് എന്താ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം. എലോൺ മസ്കിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതെങ്ങനെയാ ട്വിറ്ററിൽ ഇത് വന്നു, ഇത് ഇപ്പോൾ നിങ്ങൾ ട്വിറ്ററിൽ നിന്ന് അത് റിമൂവ് ചെയ്യണം, അത് വെക്കാൻ പാടില്ല. അതായിരുന്നു പേടി. അവിടുത്തെ ആ വിഷയം പുറത്തു വരുന്നത്. അപ്പം ആദ്യം എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി അവിടെ പോകണം. മണിപ്പൂരിൽ പ്രധാനമന്ത്രി പോയി അവിടെ ഒരു വാക്ക് അത് ഞങ്ങൾ ഈ വീഡിയോ വന്നതിൻ്റെ ശേഷം 2 ദിവസത്തിന്റെ ശേഷമാണ് പ്രധാനമന്ത്രി ഒരു വാക്ക് പറഞ്ഞത്. അതിൻ്റെ ശേഷം ഒന്നുമില്ല. അവിടെ നടന്ന ആക്രമണം, എത്ര സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു, അതിന് ശേഷം കൊന്നേം ചെയ്തിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് ഒന്നുമില്ല. പക്ഷെ നമ്മൾ എല്ലാവരും മറക്കണ്ട, പശ്ചിമ ബംഗാളിൽ ഒരു സന്ദേശ് കലി എന്ന് പറഞ്ഞിട്ടൊരു വിഷയം വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഷെയ്ഖ് ഷാജഹാൻ കുറെ സ്ത്രീകളെ മൊളസ്റ്റ് ചെയ്തു എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഷെയ്ഖ് ഷാജഹാനെ അവർ അറസ്റ്റ് ചെയ്തു. ഇപ്പൊ ജയിലിലാണ് TMCയുടെ സർക്കാർ. പക്ഷേ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എവിടെയുണ്ട്? ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ഡൽഹി പോലീസ് FIRൽ ക്ലിയർലി പറയുന്നുണ്ട് ഇദ്ദേഹം മൊളസ്റ്റ് ചെയ്തിട്ടുണ്ട് റെസ്ലേഴ്സിനെ, ഗുസ്തി താരങ്ങളാ, അദ്ദേഹം ചീത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹം ഈ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല? പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല? ഗൃഹമന്ത്രി അവിടെ ഇരിക്കാല്ലേ? ആഭ്യന്തരമന്ത്രി അവിടെ ഇല്ലേ? അമിത്ഷാ എന്തുകൊണ്ടൊന്നും ചെയ്യുന്നില്ല? അപ്പൊ ഇതാണ് ഞങ്ങൾക്ക് ചോദിക്കേണ്ട ചോദ്യം. BJP എന്ന് പറയും ഞങ്ങളിപ്പോൾ ഒരു SIT പ്രോബ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട്? സ്ത്രീകളെ വിഷയമായുണ്ട്. ഞങ്ങൾക്ക് നീതി വേണം, സ്ത്രീകൾക്ക് ന്യായം വേണം. ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല. പക്ഷെ എങ്ങനെയാണ് BJPയും നരേന്ദ്രമോദി ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ? അവരിപ്പം ബാക്ക് ഫുട്ടിൽ, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഇന്ന് വരെ പ്രധാനമന്ത്രി ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഈ വിഷയത്തിന്റെ മേലെ.
അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രേവണ്ണത്തിന്റെ മേലെ ഒരു വാക്ക് പറയില്ല, പ്രധാനമന്ത്രി വന്ന് പറയണം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 2800-ലധികമുള്ള വീഡിയോസ് ആയതും അതും കുറെ സമയം ഇത് നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്കറിയില്ല. അവരിപ്പോ ആ പെൻഡ്രൈവ് എല്ലാവർക്കും കൊടുത്തു, പിന്നെ അവരെ പാർട്ടിയിൽ ഒരു നേതാവിനെ അറിയുന്ന കാര്യം ഇത്. അപ്പൊ ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ട് അമിത്ഷാ ഇന്ന് പറയാത്തത് ഞങ്ങൾ രേവണ്ണ തിരിച്ചു കൊണ്ടുവരും ഇന്ത്യയിലേക്ക്? എന്തുകൊണ്ട് പറയുന്നില്ല? എന്തുകൊണ്ട് ഒരു വാക്ക് പറയുന്നില്ല? BJP പ്രതിനിധി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇയാൾക്കൊക്കെ FIR ഇട്ടിരുന്നെങ്കിൽ വിമാനത്താവളത്തിലെ ഇയാളെ തടയാൻ കഴിയുമായിരുന്നില്ലേ? FIR ഇടേണ്ടത് കേന്ദ്ര സർക്കാരല്ലല്ലോ, സംസ്ഥാന സർക്കാരല്ലേ? എന്തുകൊണ്ടാണ് 5 ദിവസം മുമ്പ്, അതായത് തെരഞ്ഞെടുപ്പിന്, 2ാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുമ്പ് 5 ദിവസം മുമ്പ് USB ഡ്രൈവുകൾ സംസ്ഥാനം മുഴുവൻ വ്യാപിപ്പിച്ചിട്ടും ഒരു FIR ഇടാൻ കൂട്ടാക്കിയില്ല സംസ്ഥാന സർക്കാർ? അതിന് ഉത്തരവാദിത്തം കോൺഗ്രസ് സർക്കാരിനല്ലേ, സിദ്ധരാമയ്യ സർക്കാരിനല്ലേ? ഇല്ല 5 ദിവസം മുമ്പേ ഒന്നും അല്ല ഈ പെൻഡ്രൈവ് കിട്ടിയത്. എനിക്കറിയാം എപ്പോൾ ഈ പെൻഡ്രൈവ് വന്നത്. അതിന്റെ ഒരു ദിവസം മുമ്പേ ആണ്. അപ്പൊ അതിന്റെ ഇദ്ദേഹം അറിഞ്ഞ സമയത്ത് തന്നെ ഇവിടുന്ന് പോയി. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം, FIRന്റെ മുമ്പേ ഒരു ആഭ്യന്തരമന്ത്രിക്ക് ഇതില്ലേ പറയാൻ, ഇമിഗ്രേഷനോട് ഈ രേവണ്ണനെ പുറത്തു വിടരുതെന്ന്? എന്തുകൊണ്ട് ആഭ്യന്തരമന്ത്രി പറഞ്ഞില്ല? അത് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമല്ലേ. FIRന്റെ മുകളിൽ എല്ലാം ഫംഗ്ഷൻ ചെയ്യുന്നത് ആഭ്യന്തരമന്ത്രിക്ക് അറിയാം. അവർക്ക് കത്ത് കിട്ടിയത് ഡിസംബറിലല്ലേ? അവർക്ക് ഈ വീഡിയോസ് കിട്ടിയത് എപ്പാ? ഡിസംബർ 8, 2023. ഞാൻ ഇന്ന് ചോദിക്കുന്ന ചോദ്യം, ഈ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എന്തുകൊണ്ട് ഒരു നടപടി എടുത്തിട്ടില്ല? വീഡിയോ കിട്ടിയതിന് ശേഷം കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമേ അല്ല, അത് സംസ്ഥാന സർക്കാരിന്റെ മാത്രം കാര്യമാണ്. സംസ്ഥാന പോലീസ് കേസെടുക്കുകയാണെങ്കിൽ മാത്രമേ വിമാനത്താവളത്തിൽ അക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ എന്നുള്ളത് അറിയാത്തതല്ല. ഇതൊരു ഇടവേള ആവശ്യമായിരുന്നു. ഞാൻ BJP പ്രതിനിധിയുടെ റിയാക്ഷൻ കൂടി എടുത്തതിന് ശേഷം നികേഷ് പറയുന്ന തെറ്റാ. ആ ഗൗഡ അവര് ദേവരാജ് ഗൗഡ കാരണ സമയത്ത് ദേവരാജ് ഗൗഡ എന്തുകൊണ്ട് FIRന് പോയിട്ടില്ല? ഞാൻ ചോദിക്കുന്ന ചോദ്യം. അദ്ദേഹത്തിന് എല്ലാം അറിഞ്ഞു. ആ ഡ്രൈവർ പോയിട്ട് എല്ലാ പെൻഡ്രൈവും കൊടുത്തു. ഡ്രൈവർ അദ്ദേഹത്തിനെ വക്കീലാക്കി. അദ്ദേഹം എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ പോവായിരുന്നു. എന്തുകൊണ്ട് ദേവരാജ് ഗൗഡ പോയില്ല? വെറുതെ കോൺഗ്രസ് പാർട്ടിനെ എപ്പോഴും നിങ്ങൾ ചൂണ്ടിക്കാണിക്കും. ദേവരാജ് ഗൗഡ എന്ന് പറയുന്നത് രേവണ്ണ കുടുംബത്തിനെതിരായി പരമ്പരാഗതമായി നിൽക്കുന്നയാളാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം JDSനെ NDAയിലേക്ക് കൊണ്ടുവരുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിൽ NDAയിലേക്ക് JDS വരുന്നു എന്ന് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു കത്ത് രാഘവേന്ദ്രക്ക് അയക്കുന്നത്. അവരുടെ ഉത്തരവാദിത്തമല്ല. സംസ്ഥാന പരാതി USB ഡ്രൈവ് ബസ് സ്റ്റാൻഡുകളിൽ, പാർക്കുകളിലൊക്കെ തന്നെ നിക്ഷേപിക്കുന്നു കുറെ ആളുകൾ. ആ നിക്ഷേപിക്കുന്ന ആളുകൾ സ്വമേധയാ അത് നിക്ഷേപിക്കുന്നതല്ലോ, അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കണമെന്ന് വിചാരിച്ച് നിക്ഷേപിക്കുന്നതല്ലേ? അപ്പോൾ ആ USB ഡ്രൈവ് സത്യസന്ധമാണോ എന്ന് കണ്ടെത്തി കേസെടുക്കേണ്ടത് സംസ്ഥാന പോലീസാണ്. കിട്ടിയിട്ടല്ലേ ഞങ്ങൾ ആ FIR എടുക്കുന്ന മുമ്പേ അദ്ദേഹം രക്ഷപ്പെട്ടല്ലോ. അതല്ലേ പ്രശ്നം. അമിത്ഷാ പറഞ്ഞു, പോ മോനെ, നീ വേഗം പോയിക്കോ ഇവിടുന്ന്, ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നം, ഞങ്ങളൊരു മുന്നണിയാന്ന്. അപ്പൊ അമിത്ഷാ പറഞ്ഞതല്ലേ പോവാൻ അവിടുന്ന്. നിങ്ങൾ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണോന്നോ?
അഡ്വക്കേറ്റ് 14 എങ്കിലും അതിനു മുമ്പും ബി ജെ പി ഇതേ വിഷയം ഉന്നയിക്കുന്നുണ്ട്. എങ്കിൽ പോലും ബി ജെ പിക്ക് ആധികാരികമായി രാജ്യം കേവല ഭൂരിപക്ഷം നൽകിയിട്ടുള്ളത് 2014 മുതലാണല്ലോ. ഉന്നയിക്കുന്നത് കുടുംബാധിപത്യത്തെക്കുറിച്ചാണ്. കോൺഗ്രസ് പാർട്ടിയെ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ തന്നെയും കുടുംബാധിപത്യമാണ് എന്നും ഇത് അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ വിഷയം കുടുംബാധിപത്യം മാത്രമല്ല, ആ കുടുംബാധിപത്യത്തിലൂടെ ഒരു പൊളിറ്റിക്കൽ ഫാമിലിയിലെ 3ാം തലമുറ അധികാരസ്ഥാനം ഉപയോഗിച്ച് സ്ത്രീകളെ ലൈംഗികമായി ആക്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. 2, ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വെൽഫെയർ സ്കീമുകൾ ബി ജെ പി തുടരെ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. അതിനപ്പുറത്തേക്ക് അവരുടെ ഒരു അഭിമാനമുണ്ടല്ലോ, അവരുടെ ഒരു അന്തസ്സുണ്ടല്ലോ, അതിനെ ഹനിക്കുന്ന വിധത്തിലാണ് ഈ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. ഇവിടെ ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് ഇത്തരം കാര്യങ്ങൾ ഉദ്ഘോഷിക്കുന്ന നിങ്ങളുടെ മുഖ്യ പ്രചാരകനായ പ്രധാനമന്ത്രി മൗനം അവലംബിക്കുന്നത്? ഒരു കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞതിന് ശേഷം നികേഷ് കുമാർ പറഞ്ഞ കാര്യത്തിൽ മറുപടി പറയാം. നികേഷ് കുമാർ, ഒരു വിഷയം ഒരു സംസ്ഥാനത്ത് നടന്നു കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ളൊരു വിഷയം, ഒരിക്കലും നടക്കാൻ പാടാത്തൊരു കാര്യം, ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ കേസെടുക്കേണ്ടതും അതിൽ FIR ഇടേണ്ടതും ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതും ആ വ്യക്തി ആ നാട്ടിൽ നിന്ന് പോകാതിരിക്കാനുള്ള സകലവിധ തരത്തിലുള്ള ബ്ലോക്കുകൾ ചെയ്യപ്പെടേണ്ടതും ആ സർക്കാരാണ്. ആ സർക്കാരിന് അതിൽ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് കൂടി ഒന്ന് നികേഷ് കുമാറിന് അതറിയാത്തതല്ല, സ്വാഭാവികമായിട്ടൊന്ന് സൂചിപ്പിച്ചോട്ടെ. ചില വ്യക്തികൾ അമിത്ഷാജിയാണ് കൈപ്പിടിച്ച് കൊണ്ടുപോയതെന്നൊക്കെ പറയുന്ന ആ പ്രവൃത്തി 100% ശരിയല്ല. അദ്ദേഹത്തിന്റെ ഭാഗം പറയട്ടെ ഡോക്ടർ ഷമാ മുഹമ്മദ്, എന്നിട്ട് ഞാൻ അവസരം എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഐ ബി ഉണ്ടല്ലോ, അത് ആരാ കീഴിലാന്ന്? അമിത്ഷാ എന്തുകൊണ്ട് 2023 ഇത് എടുത്തില്ല? അവർക്ക് അറിയാലോ, ഇത് കുറെ കാര്യങ്ങൾ അറിയുന്നില്ല. നിർത്തനു അവർ നിങ്ങൾക്ക് പറയാൻ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിനോട് അദ്ദേഹത്തിനെ വിടാൻ പാടില്ല എന്ന് അമിത്ഷാന് ആയിക്കോട്ടെ, അതാണ് ഡോക്ടർ ഷമാ മുഹമ്മദിന്റെ വാദം. ഇനി ഉല്ലാസ് ബാബു പറയട്ടെ. BJP-യുടെ കാര്യമാണല്ലോ അവർ പറയുന്നത്, അവർ പൊളിറ്റിക്കലായിട്ടാണ് കാര്യങ്ങൾ പറയുക, അതല്ലാതെ വസ്തുതാപരമായിട്ടാകണമെന്നില്ല. സ്വാഭാവികമായും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ഷമാ മുഹമ്മദ്, നമ്മൾ തമ്മിലുള്ള തർക്കം പൂർത്തിയായതാണ് അക്കാര്യത്തിൽ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം FIR ഇടാനുള്ള അവസരമുണ്ടായിരുന്നു, FIR ഇട്ടിട്ടില്ല. അതെ, ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു, അതിലൊരു FIR ഇടുമെങ്കിൽ നമുക്ക് കാണാം എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. BJP അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയില്ലോ എന്ന്. ഉല്ലാസ് ബാബു തുടർന്നോളൂ. നികേഷ് കുമാർ, ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഞാൻ ആരുടെയും സമയത്തിൽ ഇടപെടുന്ന ഒരു ക്യാരക്ടറല്ല, ഞാൻ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ സമയം ഒന്ന് പറഞ്ഞ് പൂർത്തിയായിക്കോട്ടെ. തെരഞ്ഞെടുപ്പിന് മുമ്പേ വന്നിട്ടുള്ള വിഷയമായതുകൊണ്ട് നിരവധി അവസരങ്ങൾ സർക്കാരിന് കർണാടക സർക്കാരിനുണ്ടായിട്ട് പോലും ആ സർക്കാർ അതിൽ മൗനം കാണിച്ചത് എന്തിനായി എന്നുള്ളത് കൃത്യമായ ചോദ്യമുണ്ട്. ഒരു സംശയമുണ്ട്, ഇതിന് രാഷ്ട്രീയമല്ല ഇതിനകത്ത്. ഒരു വ്യക്തി എന്ന് പറയപ്പെടുന്ന വ്യക്തി സ്വാഭാവികമായിട്ട് അയാളെ ചൂഴ്ന്നെടുത്ത് പരിശോധിക്കാൻ നമുക്ക് സാധിക്കില്ല. ഷേക്സ്പിയറിൻ്റെ കാര്യത്തിൽ ഷേക്സ്പിയറിൻ്റെ ഒരു പ്ലേയിൽ പറയുന്നത് പോലെ, മാൻ ആൻഡ് കാറ്റ് എന്ന് പറഞ്ഞ പ്ലേയിൽ പറയുന്ന പോലെ, പൂച്ചയ്ക്ക് കണ്ണ് രാത്രിയുള്ളത് കൊണ്ട് പല കാര്യങ്ങളും പൂച്ചയ്ക്കറിയാം. സ്വാഭാവികമായിട്ട് നമ്മളൊന്നും പൂച്ചകളല്ലാത്തത് കൊണ്ട് ഇയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയില്ല. ഈ 100% ഇയാൾ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ഇയാൾ ഈ വേൾഡിൻ്റെ ഏത് അറ്റത്തുണ്ടെങ്കിലും ഒരു സംശയവും വേണ്ട, അയാളെ തിരിച്ചു കൊണ്ടുവന്ന് ശിക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ എല്ലാ അധികാരവർഗത്തിനുമുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കുമുണ്ട്, എല്ലാ സംവിധാനത്തിനുമുണ്ട് എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം ചോദിച്ചോട്ടെ. 2019 ഇയാൾ മത്സരിക്കുന്ന സമയത്ത് ഇയാൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലായിരുന്നു? ആ രാഷ്ട്രീയ പാർട്ടി ഏത് സംഘടനയുടെ കൂടെയായിരുന്നു? അതിനുശേഷം ഈ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഘടകകക്ഷികളായി മാറിയതും മറിഞ്ഞതും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. BJP-യുടെ യാതൊരുവിധ തരത്തിലുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഈ വിഷയത്തിലില്ല. BJP-ക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ്? BJP അധികാരത്തിൽ 3ാം തവണ വരുന്ന സമയത്ത് ആ സമയത്തും കർണാടക സർക്കാർ ഈ അവലംബം കാണിച്ചു കഴിഞ്ഞാൽ അതൊക്കെ മാറ്റിവെച്ച് തെറ്റ് ചെയ്തവരെ കൃത്യമായി കൊണ്ടുവന്ന് അത് നടപടിയെടുക്കാവുന്ന കാര്യത്തിൽ BJP 100% മുന്നിലുണ്ടാവും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഒരു കാര്യം നിങ്ങൾ നികേഷ് കുമാർ ചോദിച്ച പോലെ, എന്തുകൊണ്ടാണ് ഒരു നാടിനകത്ത് ഒരു ഘടകകക്ഷികളെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാത്തത്? നമുക്ക് ഒരു സർക്കാർ രണ്ടാം ഘട്ടത്തിലെ ചോദ്യം എന്ന് പറയുന്നത് നേരത്തെ ഡോക്ടർ ഷമാ മുഹമ്മദ് ചൂണ്ടിക്കാണിച്ചതുപോലെ മണിപ്പൂരിൽ പ്രധാനമന്ത്രി ഇപ്പോഴും മൗനത്തിലല്ലേ? നിങ്ങൾ പറയുന്നു അത് വർഗീയ കലാപമല്ല, വംശീയ കലാപമാണോ എന്ന്. വംശീയ കലാപം ഉള്ളിടത്ത് പ്രധാനമന്ത്രി പോകാറില്ലേ? കേൾക്കൂ, അതെ കേൾക്കൂ. ഒന്നത്. 2, ബ്രിജ്ഭൂഷന്റെ കാര്യത്തിനകത്ത് ഈ രാജ്യമെങ്ങും പ്രക്ഷോഭം നടന്നല്ലോ. ഒരു 5 ലോക്സഭാ മണ്ഡലത്തിൽ ബ്രിജ്ഭൂഷൺ പ്രധാനപ്പെട്ട ആളാണ് എന്നുള്ളത് കൊണ്ട് ബ്രിജ്ഭൂഷണെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല. ദാ വരുന്നു പ്രജ്വൽ. ഈ ലോകം കണ്ടിട്ടില്ല, ഞാൻ ഇന്നേ വരെ എൻ്റെ വാർത്താമാധ്യമ ജീവിതത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ലൈംഗികാതിക്രമമാണ് നമ്മുടെ ഈ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടക
ഒരു MP-യുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്? അവിടെയും പ്രധാനമന്ത്രി മൗനം. ഇതിന് രാഷ്ട്രീയമായ ഉത്തരമാണ് വേണ്ടത് അഡ്വക്കേറ്റ് ടി.എസ്. സുലാസ് ബാബു. നോക്കൂ നികേഷ് കുമാർ, ഞങ്ങൾ BJP-യുടെ ആരെങ്കിലും BJP-യുടെ രാഷ്ട്രീയ സംവിധാനത്തിൽപ്പെട്ട ചെറിയത് മുതൽ വലിയ നേതാക്കന്മാരടങ്ങുന്ന ആരെങ്കിലും ഈ വൃത്തിഹീനമായിട്ടുള്ളൊരു പ്രവൃത്തി നടന്ന കാര്യത്തിനെ ഏതെങ്കിലും തരത്തിൽ യോജിച്ചതായിട്ടോ സപ്പോർട്ട് ചെയ്തതായിട്ടോ നികേഷ് കുമാറിനെ ചൂണ്ടിക്കാണിച്ചു. ഞങ്ങളുടെ രാഷ്ട്രീയ സംഘടനയുടെ ഒരു ദേശീയ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ ഘടക കക്ഷി, ആ ഘടക കക്ഷി നിർത്തിയിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയുടെ മുൻകാല പ്രവർത്തനങ്ങളും നിലവിലും അടക്കമുള്ള പ്രവർത്തികൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് എങ്കിൽ പോലും ആവർത്തിക്കുകയാണെന്ന് എനിക്കറിയാം. ജി ദേവരാജ ഗൗഡ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ച BJP-യുടെ സ്ഥാനാർത്ഥിയാണ്. സംസ്ഥാന പ്രസിഡന്റ് BY വിജയേന്ദ്രയ്ക്ക് 2023 ഡിസംബറിൽ, ഇതിപ്പോൾ 2024 മെയ് മാസത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ, 2023 ഡിസംബറിൽ തന്നെ കത്തയച്ചിരിക്കുന്നു. ഈ കത്ത് ഇപ്പോൾ X പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. അയാൾ പറഞ്ഞത് എന്താണ്? നമുക്ക് ഈ JDS-നെ കൊണ്ടുവന്നാൽ പ്രശ്നമാണ്, ഈ പ്രജ്വലിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ പ്രശ്നമാണ്, അതൊരു ബ്രഹ്മാസ്ത്രമായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ 2023 ഡിസംബറിലുണ്ട്. അതിനുശേഷമല്ലേ പ്രധാനമന്ത്രി ഈ പ്രജ്വലിന് വേണ്ടി പ്രചരണം നടത്തിയത്? നോക്കൂ നികേഷ്, ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു മുന്നണി, ആ മുന്നണി സംവിധാനത്തിൽ ഒരു സംസ്ഥാനത്തിനകത്ത് ആ മുന്നണിയെ എടുക്കുന്നതിൽ പല ഘടകങ്ങളുണ്ട്. ആ സ്വാഭാവികമായിട്ട് ഒരു ഘടകത്തിന് നമ്മുടെമായി ചേർത്ത് ആ ഘടകത്തുമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് വിവിധ കാര്യങ്ങളിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നടന്നിട്ടുണ്ടാകാം. ഇതുപോലെയുള്ളൊരു ക്രൂരകൃത്യം ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയെയും BJP അംഗീകരിച്ചിട്ടില്ല, അനുകൂലിച്ചിട്ടില്ല, ഇനിയിപ്പം നാളെയും അനുകൂലിക്കാൻ പോകുന്നില്ല. ഇത് BJP-യുടെ ഇടത്തിലേക്ക് ഇട്ടുകൊണ്ട് അങ്ങോട്ട് വണ്ടി തട്ടിക്കൊണ്ട് ഇത് BJP-യുടെ കുറ്റമാണ്, BJP-യുടെ ധാർമ്മിക പ്രശ്നമാണ് എന്ന് പറയപ്പെടുന്നതിൽ അർത്ഥമില്ലെന്ന്. അത് ആ ഘടക കക്ഷി, ഒരു ചെറിയ ഘടകകക്ഷി, ആ ഘടകകക്ഷി ഇപ്പോൾ അവർ തീരുമാനമെടുത്തിരിക്കുന്നു ഇയാളെ പുറത്താക്കാൻ, ഇയാളുടെ അച്ഛനെതിരെയും ഒക്കെ തീരുമാനമെടുത്തിരിക്കുന്നു. ഇപ്പോൾ ഇവരുടെ കോൺഗ്രസ് സർക്കാർ അവിടെ SIT രൂപീകരിച്ചിരിക്കുന്നു, ഇയാൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇയാളെ തിരിച്ചു കൊണ്ടുവരണമെന്നേ, തിരിച്ചു കൊണ്ടുവന്ന് ഇയാൾ ചെയ്ത തെറ്റിന് പരിപൂർണമായിട്ട് സമൂഹത്തിനകത്ത് കിട്ടാവുന്നതിന്റെ പരിപൂർണമായി ശിക്ഷ മേടിച്ചു അയാൾ അകത്തേക്ക് ഇടണമെന്ന് എന്താ സംശയമുള്ളത്? ആ പാർട്ടിക്ക് പോലും സംശയമില്ലല്ലോ, ജനതാദളിന് അത് വേറൊരു ഘട്ടം മാത്രമാണ്. ഇങ്ങനെ നിങ്ങളുടെ സംസ്ഥാന നേതാവ് നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ BY വിജയേന്ദ്രയ്ക്കും നിങ്ങളുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി BL സന്തോഷിനെയും ഈ കാര്യം അറിയിക്കുന്നു. അങ്ങനെ അറിയിക്കുമ്പോൾ ശരി, ഇനി JDS-നെ മുന്നണിയിൽ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഉപാധി വെക്കാമായിരുന്നു, പ്രജ്വലിനെ, രേവണ്ണയെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല എന്ന്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഉപാധി വെച്ചില്ല? ഇനി അങ്ങനെ ഒരു ഉപാധി വെച്ചു, അവർ അംഗീകരിക്കാത്തതാണ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ നിന്നും വിട്ടുനിന്നുകൂടെ? സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അമിത്ഷാ ഒരു BJP സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ട്. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്. പക്ഷേ പ്രജ്വലിന് ആ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിച്ചു? നോക്കൂ, നിങ്ങൾ ഈ പന്ത് നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് അടിച്ചിട്ട് കാര്യമില്ല. ഇതിൽ നരേന്ദ്രമോദിക്ക് യാതൊരുവിധ ഉത്തരവാദിത്വമോ BJP പാർട്ടിക്കും ഇല്ല. നികേഷ് കുമാറിന് എത്ര കാലമായി മാധ്യമപ്രവർത്തനം നടത്തുന്നത്, അങ്ങേക്ക് ഇതൊക്കെ കൃത്യമായിട്ട് അറിയാമല്ലോ. നോക്കൂ, ഇതിനകത്ത് ഒരു ഘടക കക്ഷി, കൃത്യമായിട്ട് പറയാലോ, BJP അല്ലല്ലോ ഇത്. ഒരു ഘടകകക്ഷി എടുക്കുമ്പോൾ അങ്ങ് പറഞ്ഞൊരു ചോദ്യമുണ്ട്. ഒരു ഘടക കക്ഷിയെ എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ അവിടെ എന്തൊക്കെ ചർച്ചകൾ നടന്നു, ഏതൊക്കെ ചർച്ചകൾ നടന്നു എന്ന് എനിക്ക് സ്വാഭാവികമായിട്ട് അറിയില്ല. കേരള ഘടകത്തിൻ്റെ ആളായതുകൊണ്ട് എനിക്ക് അതിനകത്ത് അറിയില്ല. രണ്ട്, ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം, ഈ ഘടക കക്ഷിയുടെ എന്നല്ല, ഏതൊരു വ്യക്തിയും ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ട് അല്ലെങ്കിൽ പ്രവൃത്തി നടത്തിയിട്ടുണ്ടെങ്കിൽ BJP അവരെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. BJP പരിപൂർണമായിട്ട് അതിനെ 100% എതിർക്കുന്ന വിഭാഗത്തിനോടൊപ്പം തന്നെയാണ്. മാത്രമല്ല അതിന് മാക്സിമം ശിക്ഷ കൊടുക്കുന്നതിനും BJP ഒപ്പത്തിലുണ്ടാവും. രണ്ട്, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ വക പ്രവൃത്തിയെ അംഗീകരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്ത് അക്രമമാണ് നിങ്ങൾ പറയുന്നത്? അദ്ദേഹത്തിന് പറയാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യം പറയാൻ കഴിയുള്ളൂ. ഡോക്ടർ ഷമാ മുഹമ്മദ് അത് പറയും ഇത് പറയുന്നു പറഞ്ഞാൽ എങ്ങനെയാ പറ്റുക? അദ്ദേഹം ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് വരുന്നത്. അദ്ദേഹത്തിന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മറുപടി പറയാനാകും. ഒരു കാര്യം പറയട്ടെ നികേഷ്, എനിക്ക് ഒരു മറുപടി പറയണം നിങ്ങളോട്. നിങ്ങൾ എന്നോട് FIR-നെ പറ്റി ചോദിച്ചു. നിങ്ങൾക്കറിയോ മറ്റേ നീരവ് മോദി, മേഹുൽ ചോക്സി, വിജയ് മാല്യ അവരെ മേലെ ലുക്കൌട്ട് നോട്ടീസ് ഉണ്ടായത്. ലുക്കൌട്ട് നോട്ടീസ് ഇട്ടായിട്ട് അവര് ഈ രാജ്യത്ത് നിന്ന് പുറത്തുപോയി.
ആരാ അവരെ സഹായിച്ചത് പറയൂ. ശരി, അത് നമുക്കറിയണം. അല്ല, നിങ്ങൾ അത് എന്നോട് ഉന്നയിച്ചോട്ടെ, FIR ന്റെ അത് കാര്യം ഉന്നയിച്ചോട്ടെ. പറഞ്ഞു. അവിടെ വിഷയമായിട്ട് lookout ചേർന്ന് notice നിൽക്കുന്നത് ഉണ്ടായിട്ട് തന്നെയാണ്. അവര് അതിൽ രക്ഷപ്പെട്ടു. സംശയമൊന്നുമില്ല. കാരണം അതാരാണ്? 2014 നമ്മളെല്ലാം അതാണ് നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യുമ്പോൾ അതന്നെ. ഇത്തരം ആളുകളെ വിദേശത്തേക്ക് കടത്തിവിട്ടത് കോൺഗ്രസ് സർക്കാരാണ് എന്നും അങ്ങനെ ലക്ഷക്കണക്കിന് കോടി രൂപ വിദേശ ബാങ്കുകളിൽ കിടക്കുകയാണെന്നും അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ നമുക്കൊക്കെ 15 ലക്ഷം രൂപ കിട്ടുമെന്നും പറഞ്ഞിട്ടുള്ള BJP-യെ അവർക്ക് പറയും. പക്ഷേ ഞങ്ങളുടെ സമയത്തല്ല ഇവർ ഇപ്പോ രക്ഷപ്പെട്ടത്. ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് ആരെയും ഏത് ക്രിമിനലിനെയും അത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയവരല്ല, ബലാത്സംഗകാരികളായിട്ടുള്ള ക്രിമിനലുകളെ പോലും പുറത്തേക്ക് കടത്തിവിടാൻ നരേന്ദ്രമോദി സർക്കാർ വഴി തുറന്നിട്ടിരിക്കുകയാണ് എന്ന് പറയാൻ ഒരു രാഷ്ട്രീയ എതിരാളിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇയാളെ ഒന്നും പുറത്തേക്ക് കൊടുക്കുന്ന ഡോക്ടർ വർഗീസ് ജോർജ് അതായത് എനിക്ക് ഒരു ഇടവേളയിലേക്ക് സ്വാതന്ത്ര്യം പോകണം. പക്ഷേ ഉണ്ടാവും. ചോദ്യം പറയാനുള്ള ഇതാണ്, സ്വാതന്ത്ര്യം. നാരിശക്തി, മാതൃശക്തി തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നു. പക്ഷെ ഗുണ്ടകളും ബലാത്കാരികളുമാണ് സ്ഥാനാർത്ഥികളായി വരുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ ക്ഷമ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മണിപ്പൂർ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു, ബ്രിജ്ഭൂഷൺ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു, ഇതാ ഇപ്പോൾ രേവണ്ണയും പ്രജ്വൽ രേവണ്ണയും നിൽക്കുന്ന പ്രചരണം അഴിച്ചുവിടാൻ ആവശ്യപ്പെടുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണത്തിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നു. അങ്ങനെ SC/STക്കും OBCക്കും കിട്ടേണ്ട സംവരണം മുസ്ലിങ്ങൾക്ക് കൂടി സാധ്യമാക്കിയിരിക്കുന്നു. തങ്ങളുടെ വോട്ട് ബാങ്കിന് ഈ സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ കോൺഗ്രസ് മുഖ്യ പങ്കാളിത്തം വഹിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ ഘട്ടത്തിലും ഒരുപക്ഷെ BJP-യെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധമായി ഇത്തരം വിഷയങ്ങൾ വരുന്നുണ്ടെങ്കിലും അതൊരു നെറേറ്റീവായി ഉയർത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ? നികേഷ്, മൂന്നാം ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും പ്രത്യേകിച്ച് 2 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് BJP-യുടെ ക്യാമ്പയിനിൻ്റെ ഭാവം മാറിയിരിക്കുകയാണ്. അവർ വലിയൊരു ക്രൈസിസിലേക്ക് നീങ്ങുന്നു എന്ന് തോന്നുന്നതിൻ്റെ ഫലമായിട്ട് അവരവരുടെ ക്യാമ്പയിൻ്റെ മുനം മാറ്റി. ഇപ്പോൾ അവർ വിദ്വേഷത്തിലേക്ക് വന്നിരിക്കുകയാണ്. ദ്വേഷമോ പ്രീതിയോ കൂടാതെ എല്ലാവരെയും ഞാൻ കരുതുമെന്ന് സത്യം പറഞ്ഞതിന് ഒരു പ്രധാനമന്ത്രി എത്ര ഹീനമായ വിദ്വേഷ പ്രസംഗമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് BJP-യെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വലിയൊരു ഭയത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ വിദ്വേഷ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ പോളറൈസ് ചെയ്യുക. അതുകൊണ്ട് അവർക്കിപ്പോൾ ഈ ധാർമ്മികതയൊന്നും ഒരു പ്രശ്നമല്ല. ധാർമ്മികതയെക്കുറിച്ചായിരുന്നല്ലോ ആദ്യം ചോദിച്ചത്. ധാർമ്മികതയൊന്നും പ്രശ്നമില്ല. ഈ എങ്ങനെയെങ്കിലും ഇലക്ഷൻ ജയിക്കുക, പൊളിറ്റിക്കൽ എക്സ്പീഡിയൻസി. ആ ഇലക്ഷൻ ജയിക്കണമെങ്കിൽ അത് മതപരമായിട്ടുള്ള ഭിന്നത ഉണ്ടാക്കുക. സംവരണത്തെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ നില അത്ര മെച്ചമൊന്നുമല്ലോ. ഞങ്ങളാണല്ലോ സംവരണം കൊണ്ടുവന്നത്. 27% മറ്റ് ജനവിഭാഗങ്ങൾക്ക്, OBCകൾക്ക് ഈ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് സർവീസിൽ 52% വരുന്ന ജനവിഭാഗങ്ങൾ, അവർക്ക് 27% സംവരണം കേന്ദ്ര ഗവൺമെൻറ് സർവീസിൽ കൊണ്ടുവന്നപ്പോൾ ആ കൊണ്ടുവന്ന VP സിംഗിനെ പാർലമെൻറ്റിൽ പിച്ച് ചീന്തിയത് രാജീവ് ഗാന്ധി ആയിരുന്നല്ലോ. ആ കോൺഗ്രസ് ഇപ്പോൾ ഒരു കാവ്യനീതിയോടെ ഇപ്പോൾ സംവരണത്തെ അനുകൂലിച്ചുകൊണ്ട് തിരിച്ചു വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അത് പക്ഷേ ഒരു വലിയ ഒരു ക്യാമ്പയിനാക്കി ഈ ഘട്ടത്തിൽ കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അതിനെ പ്രതിരോധിക്കാനാവാതെ BJP വളരെ വളരെ വിഷമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇനി ഇലക്ഷൻ നടക്കാൻ പോകുന്ന UP, ബീഹാർ 80-40-120, ബീഹാറിലെ 4 സീറ്റിൽ മാത്രമല്ലേ ഇലക്ഷൻ കഴിഞ്ഞുള്ളൂ. ഈ പ്രദേശങ്ങളിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് സോഷ്യൽ ജസ്റ്റിസ് അജണ്ട എന്ന് പറയുന്നത്. ആ സോഷ്യൽ ജസ്റ്റിസ് അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് സംഘടിച്ചിരിക്കുന്ന ഈ രാഷ്ട്രീയ മുന്നേറ്റത്തെ വകവരുത്തണമെങ്കിൽ ഈ പറയുന്ന സംവരണത്തിനെതിരായിട്ടുള്ള ഒരു വലിയ നീക്കം അവരിന്ന് ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷേ ആ BJP തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. മിനിഞ്ഞാന്ന് RSSൻ്റെ ചീഫ് പറഞ്ഞു, പ്രധാനമന്ത്രിയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ സംവരണത്തിന് അനുകൂലമാണെന്ന് അവർ പറയുകയുണ്ടായി. അതുകൊണ്ട് BJP-യെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാ അവനാഴിയിലെ ആയുധങ്ങളും അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ, നിങ്ങളുടെ സംവരണം എടുത്തു കളയാൻ പോവുകയാണ്, മഹാഭൂരിപക്ഷത്തിൻ്റെയും സംവരണം എടുത്ത് മുസ്ലിമുകൾക്ക് കൊടുക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത്. നികേഷ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് മതത്തിന് ഇവിടെ റിസർവേഷൻ ഇല്ല. Reservation should be granted to socially and educationally backward classes in appointments in government and in admissions in education institutions. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നവർക്കാണ് സംവരണം. അങ്ങനെയുള്ള എല്ലാവർക്കും സംവരണം തുടരുക തന്നെ ചെയ്യും. പക്ഷേ അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഹിന്ദുക്കൾക്കിടയിൽ, ഹിന്ദു സ്നേഹിതന്മാർക്കിടയിൽ ഇതാ മുസ്ലിമുകൾക്ക് സംവരണം കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആ മുസ്ലിം ഹിന്ദു ഡിവൈഡ് വർദ്ധിപ്പിക്കുന്നു. കർണാടകത്തെ സംബന്ധിച്ചിടത്തോളം BJP വലിയ പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ചും അവരുടെ കഴിഞ്ഞ പരാജയത്തിന് ശേഷം വിജയേന്ദ്രയെ അവരുടെ ചീഫാക്കിയതിന് ശേഷം ആ പാർട്ടിയിലുണ്ടായി ഭിന്നത. സദാനന്ദ ഗൗഡ മുൻ മുഖ്യമന്ത്രി കലാപക്കൂടി ഉയർത്തുകയുണ്ടായി. ഈശ്വരപ്പ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി. BJP-യുടെ ധാരാളം ആളുകൾ പ്രാദേശിക തലത്തിൽ വളരെ അസംതൃപ്തരാണ്. അതുകൊണ്ട് ബാബു പറയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് BJP-ക്ക് ഈ കാര്യത്തിലൊക്കെ
ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഇല്ലെങ്കിലും ഇവിടെ ചോദിച്ച പോലെ ഒരു വർഷം മുമ്പ് തന്നെ BJPയുടെ പ്രാദേശിക ഘടകങ്ങളെല്ലാം ഈ മുന്നണി ബന്ധങ്ങളെക്കുറിച്ച് താക്കീത് കൊടുത്തതാണ്. പക്ഷേ അവിടെ ഒന്നും ധാർമ്മിക BJPയുടെ നേതൃത്വത്തിന് പ്രശ്നമല്ല. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഈ ധാർമ്മികതയൊക്കെ അവരെന്നേ കാറ്റിലെടുത്ത് കളഞ്ഞു. മുഖ്യമന്ത്രിമാരെ പിടിച്ച് ജയിലിലിടുന്നു, കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു, CPIക്കും CPMനും നോട്ടീസ് കൊടുത്തിരിക്കുന്നു. എന്തിനു പറയുന്നു? 2 ലോക്സഭാ മണ്ഡലങ്ങളിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ പിൻവലിപ്പിച്ചിട്ട് അവരെ BJP വരെ ചേർത്തിരിക്കുന്നു. ഈ രാജ്യത്ത് ഫെയറായ ഒരു ഇലക്ഷൻ നടക്കുമോ ഈ 7 ഘട്ടങ്ങളിൽ? അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട നികേഷ്, അങ്ങ് ധാർമ്മികതയുടെ ക്വസ്റ്റ്യൻ ഇനി ഉന്നയിക്കേണ്ട. പവറാണ് അവർക്ക് പ്രശ്നം. ആ പവർ അധികാരത്തിൽ വന്നിട്ട് എന്നേക്കുമായിട്ട് ആ പവർ നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ തീരുമാനം. ഷേവിയസ് നമ്പൂതിരി, ഇപ്പോൾ ഇവിടെ ഡോക്ടർ വർഗീസ് ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈശ്വരപ്പ പാർട്ടിക്ക് പുറത്തു പോയിരിക്കുന്നു, രാഘവേന്ദ്രക്കെതിരെ മത്സരിക്കുന്നു. അതുപോലെ തന്നെ പക്ഷേ അതിനു മുമ്പ് തന്നെ BJP 3 സിറ്റിംഗ് MP സീറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. അനന്ത്കുമാർ ഹെഗ്ഡെ, പ്രതാപ് സിംഗ്, നളിൻ കുമാർ കട്ടീൽ. ആരൊക്കെ യെദ്യൂരപ്പ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവരെയൊക്കെ സ്ഥാനാർത്ഥിയാക്കി. അതിൻ്റെ കാരണം നമുക്കറിയാവുന്നതുപോലെ ഈ യെദ്യൂരപ്പ കുമാരസ്വാമി കോമ്പിനേഷൻ എന്ന് പറയുന്നത് ലിംഗായത്ത് വൊക്കലിംഗ കോമ്പിനേഷനാണ്. അപ്പോൾ 1-1-2 എന്നുള്ളതാണ് BJPയുടെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. പല തെരഞ്ഞെടുപ്പുകളിലും പലതരത്തിലുള്ള ഇക്വേഷൻ BJP ശ്രമിച്ചിട്ടുണ്ട്. 2004 35% വോട്ടോടുകൂടി 18 സീറ്റുകളും, 2009 19 സീറ്റുകൾ, 2014 17 സീറ്റുകൾ, 2019 25 എന്നതിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്ല 27 അല്ലേ, 27 എത്തിക്കഴിഞ്ഞിരിക്കുന്നു, സുമലത അടക്കം. അപ്പോൾ ആ നിലയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കണക്ക് തെറ്റിയിട്ടില്ല, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. 27 എന്നുള്ള ഒരു കണക്ക് തെറ്റും ഇത്തവണ. അത് BJPക്ക് സ്വാഭാവികമായി തെറ്റിക്കഴിഞ്ഞു. 4 സീറ്റ് JDSന് കൊടുത്തു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് അത്ര കിട്ടില്ല. അല്ല, NDA എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. BJPയും JDSും തമ്മിലുള്ള സഖ്യം ശതമാന കണക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ 53-ഉം 13-ഉം 66ആണ്. അത് ഒരിക്കലും ഭേദിക്കാൻ സാധിക്കില്ല. പക്ഷെ അങ്ങനെ ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ ചേരില്ല. അതിനകത്ത് കെമിസ്ട്രി ഉണ്ട്. ഓരോ മണ്ഡലത്തിലും പ്രത്യേക സിറ്റുവേഷൻസ് ആണുള്ളത്. ഇപ്പോൾ ഈ മണ്ഡലത്തിൽ തന്നെ വലിയ വേറെ ലോക്കലായിട്ടുള്ള പല ഘടകങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അനുസരിച്ച് നോക്കിയാലും BJPക്ക് ഒരിക്കലും കഴിഞ്ഞ ഇലക്ഷനിലെ പെർഫോമൻസ് റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കില്ല. കോൺഗ്രസിന് 2014 എലക്ഷൻ അതൊരു ബെഞ്ച് മാർക്ക് ആക്കി എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ 9 സീറ്റാണ് കിട്ടിയത്. അതിനോടടുത്ത് അതിന് താഴെയോ അതിന് മുകളിലോ ഒരു സീറ്റ് കിട്ടാൻ ഒരുപക്ഷെ 2 പതിറ്റാണ്ട് കാലമായി 2 അക്കത്തിലേക്ക് കയറാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഇല്ല, അത് ശരിയാണ്. പക്ഷെ കോൺഗ്രസിന്റെ നില അതിനേക്കാളും കുറച്ചുകൂടി ഭേദപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സിദ്ധരാമയ്യ ഗവൺമെന്റ് വന്നു കഴിഞ്ഞപ്പോൾ ആ ഗ്യാരണ്ടികൾക്ക് കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാസനിലെ സ്ത്രീകളുടെ വോട്ടിംഗ് ശതമാനം കൂടിയത് ഒരുപക്ഷെ അതാണ് അതിന്റെ കാരണം. ഈ നമ്മൾ ഈ രാഷ്ട്രീയമൊക്കെ പറയുമ്പോൾ തന്നെയും എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ്. നമ്മൾ ഈ വീഡിയോകളുടെ ധാർമ്മികവും രാഷ്ട്രീയവും ഒക്കെ ആയ പ്രശ്നങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് മാനുഷികമായ വലിയൊരു പ്രശ്നം വേറെയുണ്ട്. അനേകം സ്ത്രീകളുടെ പ്രൈവസിയും അഭിമാനവും കോംപ്രമൈസ് ചെയ്ത ഈ വീഡിയോകൾ ഇപ്പോഴും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയോ സ്ത്രീകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതിനെതിരായിട്ട് ഒരു മെഷറും ഇതുവരെ ആരും ചെയ്തിട്ടില്ല. അത് നിർത്താനായിട്ടൊന്നും ചെയ്തിട്ടില്ല. അനേകം സ്ത്രീകളുടെ അഭിമാനം നഷ്ടപ്പെട്ടുകൊണ്ട്. പക്ഷേ ഇവിടെ സാർ സംഭവിക്കുന്നത് എന്താണ്? കോടതി ഗാഗ് ഓർഡർ കൊടുക്കുന്നു, ഇങ്ങനെയുള്ള വീഡിയോ പ്രദർശിപ്പിക്കരുത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കരുത് എന്ന്. പക്ഷേ ഇത് ബസ് സ്റ്റാൻഡുകളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും പാർക്കുകൾ അടക്കമുള്ള പൊതുസ്ഥലങ്ങളിലും കൊണ്ട് ഇടുകയാണ് ചെയ്യുന്നത്. അതെ, അതാണ് ഞാൻ പറയുന്നത്. 86 മീഡിയ ഓർഗനൈസേഷന്റെ പേരിലും 3 വ്യക്തികളുടെ പേരിലുമാണ് ഈ ഗാഗ് ഓർഡർ ഉള്ളത്. ഈ ഗാഗ് ഓർഡർ അടുത്ത ജൂൺ 20 അത് റിവ്യൂ ചെയ്യാതിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇത് പുറത്തു വന്നത്. ഇത് പുറത്തു വന്നതിൽ തീർച്ചയായിട്ടും ആരുടെയൊക്കെ കരങ്ങളുണ്ട്. മിക്കവാറും BJP വിമതരുടെ കൈയാണ് ഇതിന്റെ പുറകിലുള്ളത് എന്നാണ് വിചാരിക്കേണ്ടത്. അപ്പോൾ 2 രീതിയിൽ ഇതിൽ ഉത്തരവാദിത്വമുണ്ട് BJPക്ക്. ഒന്ന്, ഈ വിവരങ്ങൾ ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞ്
ഗൗഡയുടെ ബാക്ക് ബോണ്ട് അറിഞ്ഞിട്ടും സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളത് പ്രധാനമന്ത്രി ഇങ്ങനെ പറയുക തന്നെ ചെയ്തു. പ്രജ്വൽ ഗൗഡയ്ക്ക് കൊടുക്കുന്ന ഓരോ വോട്ടും എനിക്ക് തരുന്ന വോട്ടാണ്. എന്നെ ശക്തിപ്പെടുത്തുമെന്നാണ് പറയുന്നത്. എന്നെ ശക്തിപ്പെടുത്തും, അത് എന്നെ ശക്തിപ്പെടുത്തും എന്ന് പറയുകയുണ്ടായി. അത് BJPയുടെ ഉത്തരവാദിത്വം. അതേപോലെ കോൺഗ്രസിന് ഉത്തരവാദിത്വമുണ്ട്. കോൺഗ്രസിന് മനസ്സിലായിരുന്നു ഈ വീഡിയോകൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. 2 ദിവസത്തേക്ക് സർക്കുലേറ്റ് ചെയ്യട്ടെ. 2 ദിവസത്തേക്ക് സർക്കുലേറ്റ് ചെയ്യട്ടെ. SIT ഇപ്പൊ ഞായറാഴ്ചയാണ് തുടങ്ങിയത്. അവിടെ ഡോക്ടർ ഷമാ മുഹമ്മദ് ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നോക്കൂ, പ്രചരിക്കുന്നത് 1978 വീഡിയോ ക്ലിപ്പിങ്ങുകളാണ്. ആ മാനുഷികമായ അതെന്തായാലും അല്ല, അതാ ഞാൻ പറയുന്നത്. അതെന്തായാലും എങ്ങനെയെങ്കിലും അത് ബ്ലോക്ക് ചെയ്യണം. കറക്റ്റാന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു കാര്യം കൂടി വേണം, അവിടെ റീ ഇലക്ഷൻ വേണം. ഇദ്ദേഹത്തിന് പ്രജ്വൽ രേവണ്ണനെ ജയിലിലിട്ട് അവിടെ റീ ഇലക്ഷൻ വേണം. അദ്ദേഹത്തിന് പാർലമെന്റിൽ ഞങ്ങൾക്ക് കേട്ടാൻ വിടാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു വ്യക്തി, ഒരു നേതാവ് എന്ന് ഞാൻ വിളിക്കൂല, ഒരു റേപ്പിസ്റ്റിനാ ഞങ്ങൾക്ക് പാർലമെന്റിൽ കേറ്റാൻ പറ്റില്ല. അതും അദ്ദേഹം ഈ ബലാത്സംഗം ചെയ്ത് വീഡിയോ എടുക്കാം. നിങ്ങൾ അദ്ദേഹം മെന്റൽ കേസാണ് അദ്ദേഹം. ഹീസ് എ സെക്ഷൽ പ്രെഡേറ്റർ. ഈ സെക്ഷൽ പ്രെഡേറ്റേഴ്സിന് ഒരേ ഒരു സ്ഥലമുള്ളൂ, ജയിൽ. അവിടെ നമ്മൾ കണ്ടില്ല, ഹാർവി വൈൻസ്റ്റൈനും മറ്റേ കുറെ കേസസ്, ജെഫ്രി എപ്സ്റ്റൈന്റെ കേസ് കണ്ടില്ലേ അമേരിക്കയിൽ. അവരെല്ലാം ജയിലിലിടും നേരെ. ഇവിടെ പ്രജ്വൽ രേവണ്ണനെ തിരിച്ചു കൊണ്ടുവരണം പ്രധാനമന്ത്രി, എന്നിട്ട് ജയിലിലിട്ടിട്ട് അവിടെ റീ ഇലക്ഷൻ വേണം. അഭിപ്രായമാണ്. വർഗീസ് ജോർജ്, AVS നമ്പൂതിരി, നന്ദി സഹകരിച്ചതിന്.